ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ ഒരുപക്ഷെ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടാകും ഈ ഷംഷാദ് മരക്കാർ പറഞ്ഞ വിഷയങ്ങൾ. ഷംഷാദ് മരക്കാർ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഷംഷാദ് മരക്കാർ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് കട്ടപ്പനയിലെ സാബുവിന്റെ വിഷയത്തിൽ എന്താണ് എം ജയചന്ദ്രൻ എം വി ഗോവിന്ദൻ എടുത്ത നിലപാട്, അതുപോലെ ആന്തൂര് വിഷയങ്ങൾ, ഇങ്ങനെ സമർത്ഥമായി വിഷയങ്ങൾ വ്യതിചലിപ്പിക്കുകയാണ്. മാത്രമല്ല ഷംഷാദ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയതാണ്, കേട്ടില്ലേ, അവ്യക്തതയുണ്ട് എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ആ എൻ എം വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ വീണ്ടും വീണ്ടും തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. സിജു, ഇപ്പോൾ ശ്രീ ഷംഷാദ് മരക്കാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പൊതുവിൽ ഇതേ കാര്യങ്ങളാണ് പറഞ്ഞു പോരുന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ കണക്ക് സഹിതം അങ്ങോട്ട് പറഞ്ഞ് ഈ ചർച്ചയിൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം, അവിടെ മുതൽ പുറകോട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താണ്? ശ്രീ എൻ എം വിജയൻ 2022 ആണ് ഈ കത്ത് എഴുതിയത്. ശ്രീ ഷംഷാദ്, താങ്കളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാം, ഇതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ കത്തിൽ ഒരു വാചകമാണ്. ആ വാചകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇപ്പോൾ നിലവിൽ വന്ന പുതിയ ഫുൾ കോൺഗ്രസ് അംഗ ഭരണസമിതി പോലും എൻ്റെ മകനെ തിരിച്ചെടുക്കുവാൻ ശ്രമിച്ചില്ല എന്ന സത്യം അങ്ങയോട് വേദനയോടെ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബത്തേരി അർബൻ ബാങ്ക് ഭരണസമിതി പുതുതായിട്ട് നിലവിൽ വന്ന അതിന് ശേഷമാണ് അദ്ദേഹം കത്തെഴുതുന്നുള്ള ഇതിൽ നിന്ന് സുവ്യക്തമാണല്ലോ ഈ വരിയിൽ നിന്ന്. ഇപ്പോൾ നിലവിൽ വന്ന ഫുൾ കോൺഗ്രസ് അംഗ ഭരണസമിതി, ഇനി ആ ഡേറ്റ് എന്നാന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. എന്നാണ് ഈ ഫുൾ കോൺഗ്രസ് ഭരണസമിതി വന്നത്? ആ ഡേറ്റ് കൂടെ ഞാൻ അങ്ങോട്ട് പറയാം. പിന്നെ ആ ഡേറ്റ് 9/9/2023 ശ്രീ DP രാജശേഖരൻ ചെയർമാനായി 13-അംഗ ഭരണസമിതിയാണ് തിരഞ്ഞെടുത്തത്. ഡേറ്റ് ഓർത്തോണേ ശ്രീ ഷംഷാദ്, 9/9/2023. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ കാര്യം അതിൻ്റെ പിടി അവിടെ തീർന്നല്ലോ. ഇപ്പോൾ നിലവിൽ വന്ന ഫുൾ കോൺഗ്രസ് അംഗ ഭരണസമിതി എന്ന് ശ്രീ MN വിജയൻ പറഞ്ഞതിൻ്റെ ആ ഡേറ്റാണ് ഞാൻ പറഞ്ഞത്, 9/9/23. കേട്ടോ? രണ്ട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, ചോദ്യം എന്നോടാണല്ലോ. ഇനി ഞാൻ പറയട്ടെ. ഇനി പിന്നെ പിണറായി വിജയൻ്റെ പോലീസ് കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ അന്വേഷണത്തിൽ ബാക്കിയുള്ളവർ കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്ന കാര്യം അവിടെ ഭരിക്കുന്നത് ആരാണ്? ബത്തേരി സർവീസ് സഹകരണ സംഘവും ബത്തേരി അർബൻ ബാങ്കും ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ് ആണല്ലോ. താങ്കൾക്ക് ആ കണക്ക് ഒന്ന് എടുക്കാൻ ഒരു വിഷമവും ഇല്ല എന്നെനിക്കറിയാം. താങ്കൾ എടുത്തിട്ടില്ല എന്ന് ഞാൻ നിഷ്കളങ്കമായി അങ്ങ് വിശ്വസിച്ച് വെക്കാം. എന്നാൽ ഞാൻ അങ്ങോട്ട് താങ്കൾക്ക് കണക്ക് പറഞ്ഞു തരാം. ബാധ്യതയുടെ കണക്കാണേ, 31/12/2024 വരെയുള്ള കണക്കാണ്. സുൽത്താൻ ബത്തേരി സഹകരണ സംഘത്തിലെയും സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെയും NM വിജയൻ്റെ ബാധ്യതയുടെ കണക്കാണ്. 2 ആഴ്ച മുമ്പ് വരെ ഉള്ളതാണ്. 31/12/2024 NM വിജയൻ്റെ ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പറിൽ NM വിജയൻ്റെ ബാധ്യത ഒരു പിന്നെ കാർഷിക വായ്പയുണ്ട്. ആ കാർഷിക വായ്പ 2,30,056 രൂപ അടയ്ക്കണം, 230,056. മറ്റത് ഒരു ബിസിനസ് വായ്പയുണ്ട്, അതിലടയ്ക്കേണ്ടത് 27,18,969 രൂപ. നിങ്ങൾ ഭരിക്കുന്ന സംഘത്തിൽ നിന്നാണ് ഞാൻ ഈ കണക്കെടുത്തത് എന്ന് മനസ്സിലാക്കണം. 1. 2. സുൽത്താൻ ബത്തേരി സഹകരണ അർബൻ ബാങ്ക് ക്ലിപ്തം D2034, അതിൽ NM വിജയൻ അടയ്ക്കാനുള്ള തുകയുടെ കണക്ക്. അതിലും 31/12/2024 63,72,551 രൂപ ബാക്കി നിൽപ്പുണ്ട്. ഇതാണ് കണക്ക്. ഈ കണക്ക് എനിക്ക് കിട്ടുമെങ്കിൽ ശ്രീ ഷംഷാദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് കിട്ടാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ സിജു? ഉണ്ടെന്ന് നമ്മളാരും അംഗീകരിക്കില്ല, കേരളീയ പൊതുസമൂഹം അംഗീകരിക്കില്ല. താങ്കൾക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാം. ഇത് ഒന്നുകൂടെയുണ്ട്. ഈ ബത്തേരി സർവീസ് സഹകരണ സംഘത്തിലെ മറ്റൊരു വായ്പയുള്ളത്, അത് പിന്നെ മൂത്ത മകനെ NM വിജേഷ് എടുത്തിട്ടുള്ളതാണ്. NM വിജയൻ്റെ മൂത്ത മകൻ. അതിലെ ബാധ്യത 11,26,267 രൂപയുണ്ട്. ഇത് ഈ 3 ബാധ്യത കൂടി കൂട്ടിയാൽ തന്നെ 1 കോടിയിലേറെ വന്നില്ലേ, 1 10ഓളം വന്നില്ലേ?
പിന്നെ MLA-യുടെ PA വാങ്ങിച്ചിട്ടുള്ള അനീഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച പിന്നെ തുകയിൽ 15 ലക്ഷത്തിൻ്റെ കണക്കിൽ നിന്ന് പുറത്ത് വന്നല്ലോ, കൈരളി വഴി തന്നെ പുറത്ത് വന്നല്ലോ. ആ കണക്ക് മറ്റ് പലരിൽ നിന്നായിട്ടുള്ള തുക ഇതെല്ലാം കൂടി ചേർന്ന ഒരു വലിയ നെക്സസ് അത് ഉണ്ടെന്നുള്ളതിന് മറ്റ് തെളിവുകൾ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഈ ഒറ്റ മണിക്കൂർ മുഴുവൻ എനിക്ക് തന്നാലും ഇവിടെ പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത വിധമുള്ള അനിഷേധ്യമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ശ്രീ ഷംസാദ് മരക്കാർ, അനിഷേധ്യമായ തെളിവുകൾ, ഒരു സംശയമില്ല പറയാം. അത് വെച്ച് അതങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് എന്താണെന്നറിയാമോ? ഇത്ര കൊടിയ അഴിമതിയാണ് വയനാട് ജില്ലയിൽ കോൺഗ്രസ് നേതാക്കൾ ഈ പിന്നെ സുൽത്താൻ ബത്തേരി സംഘം സിജു പിന്നെ അതൊരു ഒറ്റ സംഘം മാത്രമേ ഉള്ളൂ. മറ്റതിന് 13 ബ്രാഞ്ചുകളാണുള്ളതെന്നേ അർബൻ ബാങ്കിന്. അർബൻ ബാങ്ക് ചെറിയ ബാങ്കൊന്നുമല്ല. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഒരു സ്ഥാപനമാണ്. 3 താലൂക്കുകളിലായി കിടക്കുന്നു, 13 ബ്രാഞ്ചുകൾ, 75 ജീവനക്കാർ. ചെറിയ കളിയാണോ അത്? അവിടെ നടന്നിട്ടുള്ള അഴിമതിയാണ് അഴിമതി എന്ന് പറയുന്നത്. അതൊന്നും കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞില്ല എന്ന് എത്ര ഈസി ആയിട്ടാണ് ചർച്ചയിൽ വന്ന് നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ തെളിവുകൾ എൻ്റെ എല്ലാ തെളിവുകളുണ്ട്, പുറത്ത് വിടാൻ കഴിയുന്ന രേഖാമൂലമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്തൊന്നും ഒളിച്ചു വെക്കേണ്ടതായിട്ടുമില്ല. ഇത് നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും ഒന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങളുടെ സംഘം പ്രസിഡന്റ് ആരാണ്? അവിടുത്തെ സെക്രട്ടറി